യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഉടൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് മുൻപേ സെലൻസ്കിയെ നിർവീര്യമാക്കുന്ന നീക്കമാണ് ട്രംപ് നടത്തുന്നത്. ട്രംപിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ യൂറോപ്യൻ നേതാക്കളുടെ വൻ പട തന്നെ വാഷിംഗ്ടണിലുണ്ട്. ബി.കെ. സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച ട്രംപിന്റെ. സ്വാഭാവികമായും യൂറോപ്യൻ നേതാക്കൾ ഉൾപ്പെടെ യുക്രൈനൊപ്പമുണ്ട്. പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയ്ക്ക് സാധ്യതയുണ്ടോ? അനിഷ, ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഇപ്പോൾ വൈറ്റ് ഹൗസിലേക്കാണ് എന്ന് പറയാം. കാരണം അവിടെ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ലോകത്തിനേറെ കൗതുകമുള്ള ഒരു കാര്യമാണ്. കാരണം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അവിടേക്ക് വരുന്നു. 3.5 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം നോക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ഫെബ്രുവരിയിൽ സെലൻസ്കി ഇതേ വേദിയിൽ എത്തിയ ഘട്ടത്തിൽ ഓവൽ ഓഫീസിൽ സംഭവിച്ചത് ലോകമാകെ കണ്ടതാണ്. അവിടെ പ്രകോപിപ്പിച്ച് ഇറക്കി വിടുന്ന ഒരു തരത്തിലേക്കുള്ള പ്രകടനങ്ങളായിരുന്നു അന്ന് ട്രംപും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസും നടത്തിയത്. ആ ഒരു പ്രക്രിയ ഇവിടെ നടക്കരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് യൂറോപ്പിന്റെ വലിയൊരു പട തന്നെ അവിടേക്ക് എത്തിയിരിക്കുന്നത്. നാറ്റോ സെക്രട്ടറി ഉണ്ട്, അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ഉണ്ട്, അതേപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഉണ്ട്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉണ്ട്. ഇങ്ങനെ തുടങ്ങി വലിയൊരു പട തന്നെ യുക്രൈനെ സംരക്ഷിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ ട്രംപിനെ മെരുക്കാൻ വേണ്ടി അവിടെ എത്തുന്നു. ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് യുക്രൈനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ട്രംപ് നടത്തിയത്. അത് പുടിൻ എന്താണോ പറയുന്നത് അത് തന്നെ ട്രംപിന്റെ നാവിലൂടെ പുറത്തു വരികയായിരുന്നു. അതിലൊന്ന് ക്രൈമിയ, അതായത് 2014 യുദ്ധത്തിൽ ഈ റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രൈമിയ പ്രദേശം അത് വിട്ടുകിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിന് യുക്രൈന് വേണ്ട എന്ന് ട്രംപ് പറയുന്നു. അതേപോലെ തന്നെ നാറ്റോയിൽ അംഗമാകാൻ യുക്രൈന് കഴിയുമെന്ന പ്രതീക്ഷ വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ സമ്പൂർണ്ണമായി കീഴടങ്ങുക എന്നുള്ള ഒരു നയത്തിലേക്ക് പുടിൻ എന്താണോ മുന്നോട്ട് വെച്ചത് അത് അംഗീകരിച്ചുകൊണ്ട് തിരിച്ചു പോന്നാൽ അത് യുക്രൈൻ നല്ലതാണ് എന്നൊരു ഭാഷയാണ് ഇപ്പോഴും ട്രംപ് ഉപയോഗിക്കുന്നത്. അതേ ഭാഷ ഈ ഒരു ചർച്ചയിൽ ട്രംപ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അല്ലെങ്കിൽ യൂറോപ്യൻ നേതാക്കൾ സെലൻസ്കിക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കുറേ മാസങ്ങളായി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല എങ്കിൽ അതിനെ മുഴുവൻ ഒപ്പം നിന്നുകൊണ്ട് നയതന്ത്ര നീക്കങ്ങൾ നടത്താൻ വേണ്ടി തന്നെയാണ് യൂറോപ്പിന്റെ എല്ലാ നേതാക്കളും അവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പോകുന്നു. ഇനിയുള്ള ഇന്ത്യൻ സമയം 10:45 കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച ആരംഭിക്കുന്നത്. എത്ര സമയം ഇത് നീണ്ടു നിൽക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ട്രംപ് തയ്യാറാകുമോ, അതല്ല യൂറോപ്യൻ നേതാക്കളെ മുഴുവൻ കേൾക്കുമോ? ഇനി ആരൊക്കെയാണ് നേരിട്ട് സെലൻസ്കിയും ട്രംപും കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടാകും എന്നടക്കമുള്ള കാര്യങ്ങൾ ഏറെ കൗതുകമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ബി.കെ. സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.